അമേരിക്കൻ സർവകലാശാലകളുടെ പ്രവർത്തന രീതി സങ്കീർണവും വൈവിധ്യപൂർണ്ണവുമാണ്. പൊതുവായി പറഞ്ഞാൽ അവയുടെ ഘടന, ഭരണം, ധനസമാഹരണം, അക്കാദമിക് കാര്യങ്ങൾ എന്നിവയിൽ ചില പ്രധാന സവിശേഷതകൾ കാണാം. സർവകലാശാലകളുടെ തരംതിരിവ്. പൊതു സർവകലാശാലകൾ സംസ്ഥാന സർക്കാരുകളുടെ നിയന്ത്രണത്തിലും സാമ്പത്തിക സഹായത്തോടെയും പ്രവർത്തിക്കുന്നു. അതത് സംസ്ഥാനങ്ങളിലെ താമസക്കാർക്ക് ട്യൂഷൻ ഫീസിൽ ഇളവുണ്ടായിരിക്കും. ഉദാഹരണം യൂണിവേഴ്സിറ്റി ഓഫ് കാലിഫോർണിയ, യൂണിവേഴ്സിറ്റി ഓഫ് മിഷിഗൺ. സ്വകാര്യ സർവകലാശാലകൾ സർക്കാർ സഹായമില്ലാതെ ട്യൂഷൻ ഫീസ്, എൻഡോവ്മെൻറ്റുകൾ, സംഭാവനകൾ എന്നിവയെ ആശ്രയിച്ച് പ്രവർത്തിക്കുന്നു. ഇവ ലാഭേച്ഛയില്ലാതെയും അപൂർവമായും ലാഭേച്ഛയോടെയും പ്രവർത്തിക്കാം. ഉദാഹരണം ഹാർവേഡ് യൂണിവേഴ്സിറ്റി, സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റി. ലിബറൽ ആർട്സ് കോളേജുകൾ പ്രധാനമായും ബിരുദതല വിദ്യാഭ്യാസത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. വിശാലമായ പാഠ്യപദ്ധതിയാണ് അവരുടെ പ്രത്യേകത. കമ്മ്യൂണിറ്റി കോളേജുകൾ ദ്വിവത്സര അസോസിയേറ്റ് ഡിഗ്രികളും തൊഴിലധിഷ്ഠിത കോഴ്സുകളും നൽകുന്നു. 4 വർഷ കോളേജിലേക്ക് മാറാനുള്ള ഒരു മാർഗമായും ഇത് പ്രവർത്തിക്കുന്നു.